തെളിവുകളുണ്ട്. അർജുൻ, വിധി വന്നിരിക്കുന്നു. ജീവപര്യന്തമാണെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പത്മരാജന് ജീവപര്യന്തം എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. വിധി പുറത്തുവരികയാണ്. പോക്സോ വകുപ്പുകൾ പ്രകാരം 40 വർഷം വീതം 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കോടതി. തലശ്ശേരി പോക്സോ അതിവേഗ കോടതിയുടേതാണ് വിധി. പത്മരാജന് ജീവപര്യന്തം. പാലത്തായി പീഡനക്കേസിൽ 10 വയസ്സുകാരിയെ പലതവണ പീഡിപ്പിച്ചു എന്ന കുറ്റത്തിന് പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തുന്നു. ഇന്നിതാ വിധി ഉണ്ടായിരിക്കുന്നു. ജീവപര്യന്തം ശിക്ഷ, 1 ലക്ഷം പിഴയും വിധിച്ചിരിക്കുന്നു കോടതി. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. തലശ്ശേരി പോക്സോ അതിവേഗ കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താം. എന്തായാലും BJP നേതാവും തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പത്മരാജന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. അധ്യാപകനായിരുന്നു. സ്കൂളിൽ നിന്നാണ് 4ാം ക്ലാസ്സുകാരിയെ പലതവണ പീഡിപ്പിച്ചു എന്ന് കുട്ടി തന്നെ തുറന്നു പറയുന്ന സാഹചര്യം. കോടതിയിൽ 5 വർഷത്തോളം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ വിധിയുണ്ടായിരിക്കുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നത്. വിവിധ വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം അനുഭവിക്കണം പ്രതി എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത് കോടതി. ഇതിൽ വിചാരണ ഘട്ടത്തിലടക്കം ഏറ്റവും ഒടുവിലാണ് ജഡ്ജി മാറിയത്. വീണ്ടും വിചാരണ തുടരുകയും ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ശിക്ഷാവിധി ഉണ്ടായിരിക്കുന്നു. പത്മരാജന് ജീവപര്യന്തം. അഭിജിത്ത് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിജിത്ത്, പ്രോസിക്യൂഷന് പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അതായത് 20 വർഷം വീതമുള്ള ശിക്ഷ, അതിനുശേഷം മരണം വരെ ജീവപര്യന്തമാണ്. 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. മൊത്തം 2 ലക്ഷത്തോളം തുകയായി പിഴ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ച വിധി തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്? കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ വിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും റോഷ്നി, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ നീതിദേവത കണ്ണു തുറന്നിരിക്കുന്നു. ഈ കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇയാൾക്ക് പോക്സോ വകുപ്പുകൾ പ്രകാരം പോക്സോയിലെ 2 വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. അതിൽ 2 വകുപ്പുകളിലായി 40 വർഷമാണ് ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ IPCയിലെ ബലാത്സംഗ കുറ്റത്തിനുള്ള ശിക്ഷയായ മരണം വരെ ജീവപര്യന്തം, ആ ശിക്ഷ ഇയാൾ അനുഭവിക്കുകയും ചെയ്യേണ്ടത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിധിയാണ് ഇപ്പോൾ തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷ്നി, ഒരു രക്ഷിതാവിനെ പോലെ പെരുമാറേണ്ട അധ്യാപകനിൽ നിന്നുണ്ടായ അതിക്രൂരമായ ഒരു കൃത്യം. ആ ക്രൂരമായ കൃത്യമാണ് ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായ മാതൃകാപരമായ ഒരു ശിക്ഷ അത് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കൃത്യമായി കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയൊരു ശിക്ഷാവിധിയിലേക്ക് കോടതി ഇപ്പോൾ കടക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെയായിരുന്നു കോടതി ഈ കേസിൽ പത്മരാജൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. അതിന് പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്നലെ ശിശുദിനമായിരുന്നു. ശിശുദിനത്തിൽ ഈ പോക്സോ കേസിൽ പ്രതിയായ പത്മരാജൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. അതിനുശേഷം ബലാത്സംഗം, പോക്സോ എന്നീ വകുപ്പുകൾ ഇയാൾക്കെതിരെ തെളിഞ്ഞു എന്നുള്ള കോടതിയുടെ നിർണായകമായ കണ്ടെത്തൽ വരുന്നു. അതിനുശേഷം ഇന്നത്തേക്ക് ഈ ശിക്ഷാവിധി മാറ്റിവെക്കുകയായിരുന്നു. രാവിലെ ശിക്ഷാവിധിയിലുള്ള വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ തെറ്റ് ചെയ്തിട്ടില്ല, തന്നെ ഈ കേസിൽ കുടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ കോടതി ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് വന്നു. കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഈ ഒരു കേസ് വന്നത് എന്നും കൃത്യമായ ആ തെളിവുകൾ തെളിയിക്കാൻ, അല്ലെങ്കിൽ ആ കിട്ടിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പരാതി തെളിയിക്കാൻ, ഈ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവുമാണ് കോടതി കൃത്യമായി തന്നെ പറഞ്ഞത്. 2020 ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനു പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും കോളിളക്കങ്ങളും ഒക്കെ കണ്ട കേസാണ്. അതിൽ ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച പോലീസിൻ്റെ നിലപാട് ഇത് വ്യാജമായ പരാതി എന്നുള്ളതായിരുന്നു. പോക്സോ ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാനേ തയ്യാറായില്ല. പിന്നീട് ശക്തമായ പ്രക്ഷോഭത്തിനും സമ്മർദ്ദത്തിനും ഒടുവിലാണ് പോലീസ് ഈ പോക്സോ കേസ് എടുത്ത് അന്വേഷിക്കാൻ തന്നെ തയ്യാറാകുന്നത്. പിന്നീട് ആ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു. ക്രൈംബ്രാഞ്ച് ഈ പ്രതി ജയിലിൽ കിടന്ന് 90 ദിവസമായ വേളയിലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറായത്. അതായത് 90 ദിവസമാകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് കുറ്റപത്രം നൽകാൻ വരെ തയ്യാറായത്. അതിൽ പോക്സോ ഒഴിവാക്കിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും വിമർശനത്തിന് വഴിവെച്ച കാര്യം. അങ്ങനെ ഈ കുട്ടിയുടെ കുടുംബം നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിധി വരുന്നത് റോഷ്നി. അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 5 തവണ ഈ അന്വേഷണ സംഘം മാറി വന്നു എന്നുള്ളത് തന്നെ നോക്കിയാൽ നമുക്ക് എത്രത്തോളം വിവാദങ്ങളിലൂടെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോയ കേസാണിത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യാം. പല രീതിയിലുള്ള രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. നമ്മൾ നിൽക്കുന്ന ഈ കാലത്തിന് കൂടി ഒരു പ്രത്യേകതയുണ്ട്. ആലോചിച്ച് നോക്കൂ, 2020 ഉണ്ടാവുന്ന സംഭവമാണിത്. തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു K പത്മരാജൻ. ഇന്നിതാ മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. മരണാനന്തരം വരെ ജീവപര്യന്തം എന്നുള്ള ഒരു ശിക്ഷാവിധി ഈ പ്രതിക്കെതിരെ, BJP നേതാവിനെതിരെ ഉണ്ടാവുമ്പോൾ മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റു മുന്നണികൾക്ക് ഇതൊരു രാഷ്ട്രീയ ആയുധം കൂടിയായി മാറുകയാണ്.
റോഷ്നി, നേരത്തെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ചയായതാണ്. ഒരു ഘട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ സമയത്ത് ഈ രീതിയിലുള്ള പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തു. ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ അതുണ്ടാകുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്നു വന്ന ആരോപണം. ആ ഘട്ടത്തിൽ പല രീതിയിൽ പല രാഷ്ട്രീയ നേതാക്കളുടെയും പ്രതികരണങ്ങളും വിവാദമായതാണ്. അന്ന് ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ കെ പത്മരാജന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമാണ് ഈ നാട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഏറ്റവും വലിയൊരു കാര്യം. അതിനുശേഷം വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, ആ രീതിയിലുള്ള സമര പരിപാടികൾ ഉണ്ടാകുന്നു. കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഹൈക്കോടതിയെ വരെ പലതവണ സമീപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനൊടുവിലാണ് റോഷ്നി ഇങ്ങനെ ഈ അന്വേഷണം ഏറ്റവും ഒടുവിൽ ഈ ടി കെ രത്നകുമാർ എന്ന തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ കൈവശം എത്തുന്നതും തുടർന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നത്. അതിൽ നിർണായകമായ പല തെളിവുകളും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിലും ഏറെ നിർണായകമായി മാറിയത്. കുട്ടിയെ ശുചിമുറിയിൽ വെച്ച് ക്രൂരമായി പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതായിരുന്നു പരാതി. അങ്ങനെ ഈ ശുചിമുറിയിൽ നിന്ന് രക്തത്തിൻ്റെ സാമ്പിൾ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായി മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവസാനം ഈ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കോടതിയിൽ കുറ്റപത്രം നൽകുകയും ചെയ്യുന്നത്. ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത് തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതായിരുന്നു പ്രതിയുടെ ആദ്യം മുതലുള്ള വാദം. പക്ഷേ ആ വാദം മുഖവിലേക്കെടുക്കാൻ കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. തനിക്കെതിരെ താൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. അതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ചില മൗലികവാദ സംഘടനകൾ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും തനിക്കെതിരെ കേസ് കെട്ടിച്ചമക്കുകയും ചെയ്തു എന്ന് പ്രതി കോടതിയിൽ ഇന്നും വാദിച്ചു. ഇന്നും അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് ഭാര്യയും മക്കളുമുണ്ട്, അസുഖമുള്ള അമ്മയുണ്ട്, ഇവരുടെയൊക്കെ സംരക്ഷണം താനാണ് നോക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ മതമൗലികവാദ സംഘടനകൾക്കാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാദങ്ങൾ അദ്ദേഹം ഇന്നും കോടതിയിൽ ഉന്നയിക്കുന്നത് കണ്ടു. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഷ്നി, ഇതിന് കൃത്യമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ പ്രോസിക്യൂഷന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ, അത് തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ഈ കേസിൽ ഇത്രയും വലിയൊരു വിധിയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശിക്ഷയിലേക്ക് കോടതി കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ അധ്യാപകനാണ്, സമൂഹത്തിന് മാതൃകയാവേണ്ട ആളാണ്. അങ്ങനെ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു കൃത്യം, ആ കുറ്റകൃത്യത്തിന് കൊടുക്കേണ്ട ശിക്ഷ അതും മാതൃകാപരമായതാവണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതിൽ പോക്സോ പ്രകാരമുള്ള കുറ്റങ്ങളാണ്. അതിനാൽ തന്നെ വധശിക്ഷ എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ ഏതായാലും കോടതിയിൽ ഉന്നയിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ മരണം വരെ ജീവപര്യന്തം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം റോഷ്നി, പോക്സോ വകുപ്പുകൾ പ്രകാരം പോക്സോയിലെ 2 വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നു. ഈ 2 വകുപ്പുകളും തെളിഞ്ഞിട്ടുണ്ട്. അതിനാൽ 20 വർഷം വീതം തടവ്, അതായത് 40 വർഷം തടവ് ഇയാൾ ആദ്യം അനുഭവിക്കണം. 1 ലക്ഷം രൂപ പിഴയൊടുക്കണം. ഇതിനുശേഷമാണ് IPC ബലാത്സംഗ കുറ്റത്തിനുള്ള ഇയാൾക്ക് മരണം വരെ ജീവപര്യന്തം എന്ന തടവ് ഇയാൾ അനുഭവിക്കേണ്ടത്. അതായത് ഫലത്തിൽ ഇയാൾക്ക് മരണം വരെ ജയിലിൽ കഴിയേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ശിക്ഷാവിധി വന്ന ശേഷം മേൽക്കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യമാണ് പ്രതിഭാഗം ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. ഇനിയിപ്പോൾ അവർ ഒരു പക്ഷേ ഈ പ്രതിഭാഗം ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. റോഷൻ, അഭിജിത്തും അർജുൻ കല്യാടുമാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും BJP നേതാവായ പത്മരാജന് മരണം വരെ തടവ് ശിക്ഷ ജീവപര്യന്തമാണ് വിധിച്ചിരിക്കുന്നത് കോടതി.